ആരാധ്യനായ അധ്യക്ഷൻ റവറൻഡ് ഫാദർ ബോബി അലക്സ്, ബഹുമാന്യനായ ഡോക്ടർ മുരളി വല്ലഭൻ, ഡോക്ടർ ഭരത് ദാഷ്, ഡോക്ടർ മല്ലിക ശങ്കർ, സദസ്സിൽ ഉപവിഷ്ടരായ ബഹുമാന്യരായ വ്യക്തികളെ, പ്രിയപ്പെട്ട വിദ്യാർത്ഥിനികളെ, അധ്യാപകരെ, അധ്യാപികമാരെ, സുഹൃത്തുക്കളെ, പച്ചിലച്ചാർത്തിൻ പഴുതിങ്കലൂടതാ കാൺമൂ പശ്ചിമാമ്പരത്തിലെ പനിനീർ പൂന്തോട്ടങ്ങൾ. ഇത്രയും സൗന്ദര്യം ഞാൻ നുകരാൻ തുടങ്ങിയിട്ട് എത്ര നാളായി, എന്നിട്ടിനിയും തീർന്നില്ലല്ലോ എന്ന കവിവചനത്തെ അന്വർത്ഥമാക്കുന്ന മനോഹരമായ കുട്ടിക്കാലത്തിൻ്റെ വിളക്കായി, വെളിച്ചമായി, മണിദീപമായി പരിലസിക്കുന്ന ഈ വിദ്യാലയത്തിൽ നടക്കുന്ന അന്തർദേശീയ സെമിനാറിൽ പങ്കെടുക്കാൻ കഴിയുന്നതിലെ സന്തോഷം, അവാച്യമായ ആനന്ദാനുഭൂതി ഞാൻ ആദ്യമായി രേഖപ്പെടുത്തിക്കൊള്ളട്ടെ. നിങ്ങളില്ലാത്തൊരു ഗാനപ്രപഞ്ചമിൽ അംഗീകരിക്കുകൻ ധന്യവാദങ്ങളെ, നിങ്ങളില്ലാത്തൊരു ഗാനപ്രപഞ്ചമിൽ അംഗീകരിക്കുകൻ ധന്യവാദങ്ങളെ എന്ന വയലാറിൻ്റെ വരികളാണ് ഈ അവസരത്തിൽ എൻ്റെ മനസ്സിൽ മുഴങ്ങുന്നത്. എൻ്റെ മുന്നിലിരിക്കുന്ന സദസ്സിലെ നല്ലൊരു ശതമാനവും സ്ത്രീകളും പെൺകുട്ടികളുമാണെന്ന് തന്നെ അക്ഷരാർത്ഥത്തിൽ അഭിമാന വിജൃംഭിതരാക്കുന്നു. സ്ത്രീ അബലയോ ചപലയോ അല്ലെന്നും അവൾ അവനിക്കണയാത്ത മണിവിളക്കും അഴിയാത്ത കുങ്കുമപ്പൊട്ടും അണിവാടാ മലർമാലയുമാണെന്നവൾ സ്വന്തം പ്രവൃത്തി പഥത്തിലൂടെ തെളിയിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നാം കടന്നു പോകുന്നത്. ഡോക്ടർ എസ് രാധാകൃഷ്ണന്റെ വരികൾ കടമെടുത്താൽ, ഇറ്റ് ഈസ് സെഡ് ദാറ്റ് മെൻ ലീഡ് ആൻഡ് വിമൻ ഫോളോ, ബട്ട് ഐ എം അഫ്രൈഡ് ദാറ്റ് ദിസ് ഈസ് എ നോഷൻ ദാറ്റ് മെൻ ഫൂളിഷ്ലി ചെറിഷ് ആൻഡ് വിച്ച് വിമൻ ക്ലവർലി കണൈവ് അറ്റ്. പ്രകൃതിയും മനുഷ്യനും ഒരു നാണയത്തിൻ്റെ രണ്ട് വശങ്ങളാണ്. അവ പരസ്പര പൂരകങ്ങളാണ്. ഒന്നില്ലാതെ മറ്റൊന്നിന് നിലനിൽക്കുക സാധ്യമല്ല. ഡഫഡിൽസ് ആൻഡ് ബ്ലൂബെൽസ്, വയലറ്റ്സ് ആൻഡ് പാൻസീസ്, ക്രിസാന്തമംസ് ആൻഡ് ഡേസീസ്. A tree which has its roots in the soil but which reaches up to the sky is a grim reminder to all of us that our ability to reach our goals depends on we the people who are the soil out of which we grow, who are the shoulders on which we stand. പ്രകൃതിയാണ് ഏറ്റവും വലിയ അധ്യാപകൻ, ഏറ്റവും വലിയ അധ്യാപിക. നേച്ചർ ഇസ് എ ടെമ്പിൾ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നേച്ചർ ഇസ് എ ടെമ്പിൾ where living pillars sometimes let go of confused utterances. Man walks amidst forests of symbols, watching him with familiar glances. പറമേൽ തട്ടി പളുങ്കുമണി ചിന്നി ആമന്തമൊഴുകുന്ന ആരണ്യ പൂഞ്ചോലകളും മരന്തം തുളുമ്പുന്ന മലരിൻ ചുറ്റും കൂടി മുരണ്ട് നടക്കുന്ന തേനീച്ചകളും നൽപലവാകുലമായ ചില്ലിക്കൈകളാട്ടി നർത്തനം ചെയ്യുന്ന വല്ലികാലതികളും എല്ലാം പ്രകൃതി മനുഷ്യന് നൽകിയ വരദാനങ്ങളാണ്. ഈ വരദാനങ്ങൾ ഭാവി തലമുറയ്ക്ക് വേണ്ടി കാത്തു സൂക്ഷിക്കുക, അതാണ് സസ്റ്റൈനബിലിറ്റിയുടെ ആത്യന്തികമായ ലക്ഷ്യം. ഒരു മലയാള ഗാന ശകലം കടമെടുത്താൽ, പ്രകൃതീശ്വരി നിന്റെ ആരാധകൻ, ഞാനൊരു ആസ്വാദകൻ, അല്ലേ, വനഗായകൻ. കണ്ണൻ ചിരട്ടയിൽ സ്വർണം നിറച്ചിട്ട് കണ്ണും തുളച്ചങ് ഉയർത്തിപ്പിടിക്കുന്നു സൂര്യൻ, മണവട്ടിയാണിന്ന് ഭൂമി. യൂസഫ് അലി കേച്ചേരി ഒരു കാര്യം കൂടെ പറയുന്നുണ്ട്, 7 നിറങ്ങളിൽ നിൻ ചിത്രങ്ങൾ, 7 സ്വരങ്ങളിൽ എൻ ഗാനങ്ങൾ. ട്രീ ഈസ് എ സിംബൽ ഓഫ് പീസ്. Tree is a symbol of conflict resolution. നോബൽ സമ്മാനം ഏറ്റുവാങ്ങിക്കൊണ്ട് വങ്കാരി മത്തായി പറഞ്ഞ പ്രശസ്തമായ വരികൾ എൻ്റെ മനസ്സിലേക്ക് കടന്നു വരുന്നു. In my childhood, I used to visit a stream near my house to collect water for my mother. Playing among the arrowroot leaves, I used to put my hands beneath the frog sacks, thinking that they were beads. But every time I put my little fingers beneath them, the frog sacks would break.
Then I saw thousands of tadpoles, black, energetic and wriggling against the background of the brown earth. That is the earth that I inherited from my parents. Today, 50 years later, the stream has dried up. Women walk long distances to fetch water, which is not always clean. And the tadpoles are gone. The challenge is to restore the home of the tadpoles and to give back to our children a world of beauty, a world of wonder. അതുതന്നെയാണ് സസ്റ്റൈനബിൾ ഗവേണൻസ് എന്ന് ആത്മാർത്ഥമായി വിശ്വസിക്കുവാൻ ഞാൻ ഈ അവസരം വിനിയോഗിച്ചു കൊള്ളട്ടെ. ഇന്ത്യക്ക് വളരെ മഹത്തായ ഒരു എൻവയൺമെന്റൽ ജൂറിസ്പ്രുഡൻസ് ഉണ്ട്. 1972 സ്റ്റോക്ക്ഹോം കോൺഫറൻസിൽ അന്നത്തെ പ്രധാനമന്ത്രി ശ്രീമതി ഇന്ദിരാഗാന്ധി പറഞ്ഞ വരികൾ, ഈസ് നോട്ട് പോവർട്ടി ദ ബിഗസ്റ്റ് പൊല്യൂട്ടർ. 1974 നിലവിൽ വന്ന വാട്ടർ ആക്ട്, അത് പ്രകാരം നിലവിൽ വന്ന പൊല്യൂഷൻ കൺട്രോൾ ബോർഡുകൾ, 1981 എയർ ആക്ട്, 1984 അൺഫോർച്ചുനേറ്റ് ഭോപ്പാൽ ഗ്യാസ് ട്രാജഡി, മീഥൈൽ ഐസോസൈനേറ്റ് യൂണിയൻ കാർബൈഡിൽ നിന്ന് വമിച്ചപ്പോൾ നിരവധി സാധു മനുഷ്യർക്ക് ജീവൻ നഷ്ടപ്പെട്ടു. അതിൻ്റെ പശ്ചാത്തലത്തിൽ നിലവിൽ വന്ന 1986 എൻവയൺമെൻ്റൽ പ്രൊട്ടക്ഷൻ ആക്ട് EPA, അതൊരു അംബ്രല ലെജിസ്ലേഷനാണ്. എന്താണ് അംബ്രല ലെജിസ്ലേഷൻ? ആ ലെജിസ്ലേഷൻ്റെ കീഴിൽ നിരവധി റൂളുകൾ നിലവിൽ വന്നിട്ടുണ്ട്. ഡെലിഗേറ്റഡ് ലെജിസ്ലേഷൻ, ഇതിലൊന്നാണ് ദഹാനു താലൂക്ക നോട്ടിഫിക്കേഷൻ, വേറൊന്നാണ് ഫ്ലൈ ആഷുമായി ബന്ധപ്പെട്ട റൂൾസ്, വേറൊന്നാണ് കോസ്റ്റൽ റെഗുലേഷൻ സോൺ നോട്ടിഫിക്കേഷൻ, മറ്റൊന്നാണ് മുനിസിപ്പൽ സോളിഡ് വേസ്റ്റ് മാനേജ്മെന്റ് ആൻഡ് ഹാൻഡ്ലിംഗ് റൂൾസ് 2000. അങ്ങനെ എത്രയോ ചട്ടങ്ങൾ. തുടർന്ന് വന്ന റിയോ കോൺഫറൻസ്, ക്യോട്ടോ പ്രോട്ടോകോള്, കൺവെൻഷൻ ഓൺ ബയോളജിക്കൽ ഡൈവേഴ്സിറ്റി CBD, ആക്സസ് ആൻഡ് ബെനിഫിറ്റ് ഷെയറിംഗ്. CBDയുടെ പശ്ചാത്തലത്തിൽ ഇന്ത്യയുടെ തന്നെ BD ആക്ട്, ബയോളജിക്കൽ ഡൈവേഴ്സിറ്റി ആക്ട് ഓഫ് 2002. അങ്ങനെ എത്രയോ നിയമങ്ങൾ. അപ്പോൾ നിയമങ്ങളുടെയും ചട്ടങ്ങളുടെയും അഭാവമല്ല, പ്രത്യുത അവ നടപ്പാക്കുന്നതിലെ അലംഭാവമാണ് ഇന്ത്യയിലെ സസ്റ്റൈനബിൾ ഗവേണൻസിന് വിലങ്ങ് തടിയായി നിൽക്കുന്നതെന്ന് മഹത്തായ ഈ സദസ്സിനെ സാക്ഷി നിർത്തി പറയുവാൻ ഞാൻ ഈ അവസരം വിനിയോഗിക്കുകയാണ്. ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ നിരവധി ജഡ്ജ്മെൻറ്റുകൾ, റൈറ്റ് ടു ഹോൾസം എൻവയൺമെൻറ്റ് ഈസ് എ ഫണ്ടമെൻ്റൽ റൈറ്റ്. മനേകാ ഗാന്ധി കേസ് മുതൽ ഇങ്ങോട്ടുള്ള MC മേത്ത വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ വരെയുള്ള നിരവധി ജഡ്ജ്മെൻറ്റുകൾ, ജസ്റ്റിസ് കുൽദീപ് സിംഗ് സുപ്രീം കോടതിയുടെ ഗ്രീൻ ജഡ്ജായി ഇരുന്നപ്പോൾ പാസാക്കിയ നിരവധി വിധിന്യായങ്ങൾ. നിങ്ങൾക്കറിയാം, കാൺപൂരിനടുത്ത് ഉന്നാവ് എന്നൊരു സ്ഥലമുണ്ട്. ഒരു കാലത്ത് മൂക്ക് പൊത്താതെ അതിലെ കടന്നു പോകാൻ കഴിയില്ലായിരുന്നു. ലെതർ ഇൻഡസ്ട്രീസ്, ഗംഗയെ പൊള്യൂട്ട് ചെയ്തുകൊണ്ടിരുന്ന ലെതർ ഇൻഡസ്ട്രീസ്. ഇന്നതിന് ഒരു പരിധി വരെയെങ്കിലും വിരാമമിടാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചത് ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ വിധിന്യായങ്ങൾ തന്നെയാണ്. അവിടെ നിന്ന് ഇങ്ങോട്ട് ഉത്തരാഖണ്ഡ് ഹൈക്കോർട്ട് പുറപ്പെടുവിച്ച ദിവ്യ ഫാർമസി ജഡ്ജ്മെൻറ്റ് വരെ നീണ്ടു പരന്നു കിടക്കുന്ന ഇന്ത്യയുടെ എൻവയൺമെൻ്റൽ ജൂറിസ്പ്രുഡൻസ്. ഞാൻ പറഞ്ഞു വരുന്നത്, എൻവയൺമെൻ്റൽ ഗവേണൻസ് ഒരു യാഥാർത്ഥ്യമായി തീരണമെങ്കിൽ അതൊരിക്കലും ഒരു ഓപ്ഷണൽ പ്രോട്ടോക്കോളായി തീർന്നുകൂടാ. അതൊരു മാൻഡേറ്ററി റെഗുലേഷൻ ആയിട്ട് തന്നെ വരണം. അതുകൊണ്ട് ഈ മേഖലയിൽ ഉള്ള പ്രശ്നങ്ങളെ വിശകലനം ചെയ്തുകൊണ്ട്, വിശ്ലേഷണം ചെയ്തുകൊണ്ട്, വിലയിരുത്തിക്കൊണ്ട്, ക്രിയാത്മകമായ, ഭാവനാപൂർണമായ, നീതിയുക്തമായ, യുക്തിസഹജമായ പരിഹാര മാർഗങ്ങൾ നിർദ്ദേശിച്ചുകൊണ്ട് അതിനെ പ്രായോഗിക തലത്തിലേക്ക് ആനയിക്കാനുള്ള ഒരു കോൺക്ലേവായി ഈ ഇൻ്റർനാഷണൽ കോൺഫറൻസ് തീരുവാനിടയാകുമാറാകട്ടെ എന്ന് ആശംസിക്കുവാനും പ്രാർത്ഥിക്കുവാനും ഞാൻ ഈ അവസരം വിനിയോഗിക്കുകയാണ്. കോടി ശതാബ്ദങ്ങൾ മണ്ണ് വാരി കളിച്ചൂടി നടന്ന് വളർന്ന പാർശ്വങ്ങളിൽ, പണ്ട് യുഗങ്ങളെ നിർമ്മിച്ചെടുക്കുവാൻ ഇന്ത്യ പശമണ്ണെടുത്ത പാർശ്വങ്ങളിൽ മായാത്ത കാൽമുദ്ര കുത്തി ഹിമാദ്രിതൻ മാറിൽ പ്രപഞ്ചം അവൻ്റെ കാൽച്ചോട്ടിലായി എന്നൊരു സ്ഥിതിവിശേഷം സംജാതമായപ്പോൾ, നിന്ന് കൈനീട്ടിയാൽ എത്തുന്നിടത്തായി മണ്ണിൽ നിൽക്കുന്ന മനുഷ്യന് വിണ്ടലം എന്നൊരു ചിന്ത മനുഷ്യൻ്റെ മനസ്സിൽ രൂഢമൂലമായപ്പോൾ അവൻ കാട്ടിക്കൂട്ടിയ പേക്കൂത്തുകളാണ് ഗ്രീൻ ഹൗസ് ഇഫക്റ്റിനും ഓസോൺ പാളിയിലെ വിള്ളലിനും എല്ലാത്തിനും വഴിതെളിച്ചത്.
പക്ഷെ ഒരു സത്യം നാം വിസ്മരിച്ചുകൂടാ. സയൻസ് ഈസ് ഒൺലി ഹ്യൂമൻ എൻക്വയറി. മാനവികതയില്ലാത്ത ശാസ്ത്രം പൊള്ളയാണ്. ബിക്കോസ് ഇറ്റ് ഈസ് എ ഹ്യൂമൻ എൻക്വയറി, it can only give an answer that is somehow couched in human tones. The primitive man stood against a cliff and shouted. The echo brought back his voice. He started believing in a disembodied spirit. The scientists of today, the technologists of tomorrow stand counting out loud in the face of the unknown. ശാസ്ത്രം എത്ര വളർച്ച പ്രാപിച്ചാലും ഒരു നഗ്ന സത്യത്തിന് നേരെ മുഖം തിരിക്കാൻ ശാസ്ത്രത്തിന് കഴിയില്ല. He paints the wayside flower. He lights the evening star. He paints the wayside flower. He lights the evening star. ചന്തമേറിന പൂവിലും ശബളാഭമാം ശലഭത്തിലും സന്തതം കരതാരി എന്നൊരു ചിത്രചാതുരി കട്ടിയും ഹന്തചാരു കടാക്ഷമാലകൾ അർക്കരശ്മികൾ വീട്ടിയും ചിന്തയാം മണിമന്ദിരത്തിൽ വിളങ്ങും ഈശ്വനെ വാഴ്ത്തുവിൻ. അങ്ങനെ ആധ്യാത്മികതയിൽ അധിഷ്ഠിതമായ ഒരു വിദ്യാഭ്യാസ സമ്പ്രദായമാണ് മറിയൻ കോളേജിൻ്റെ മുഖമുദ്ര എന്ന് നിസ്സംശയം പറയുവാൻ കൂടി ഞാൻ ഈ അവസരം വിനിയോഗിക്കട്ടെ. ഈശ്വരനൊരു യാഥാർത്ഥ്യമോ അതോ കേവലം ഒരു വിശ്വാസമോ, ഒരു തഥ്യയോ അതോ തഥ്യയായി തോന്നുന്ന മിഥ്യയോ എന്ന് പോലും സന്ദേഹിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെ നാം കടന്നു പോകുന്നു. ശാസ്ത്രത്തിൻ്റെ അഭൗമമായ വളർച്ചയും ഭൗതികവാദത്തിൻ്റെ അനിതര സാധാരണമായ വികസനവും ആ സംശയത്തെ കൂടുതൽ ബലവത്താക്കിയിരിക്കുന്നു. എന്നാൽ ഈശ്വരൻ സത്യമാണ്, സ്നേഹമാണ്, നീതിയാണ്, ന്യായമാണ്, ധർമ്മമാണ്. നിരീശ്വരവാദിയുടെ നിരീശ്വരത്വവും ദൈവമാണ്. ഗോഡ് ഈസ് എ സർക്കിൾ ഹുസ് സെൻറ്റർ ഈസ് എവരിവെയർ ആൻഡ് ഹുസ് സർക്കംഫറൻസ് ഈസ് നോവെയർ. ജഗദധീശ രാത്രിയും ശശാങ്ക താരകങ്ങളും പകലും അർക്കബിംബവും നിറഞ്ഞ മേഘജാലവും. ആകാശത്തേക്ക് നോക്കൂ, ഗഗനം എന്തൊരത്ഭുതം, സമുദ്രം എന്തൊരത്ഭുതം, സകല ലോകജാല ജീവൻ എന്നതെന്തൊരത്ഭുതം. ഈശ്വരഭക്തിയിൽ അധിഷ്ഠിതമായൊരു സമൂഹത്തിന് മാത്രമേ സസ്റ്റൈനബിലിറ്റി എന്ന പാതയിലൂടെ അതിദ്രുതം പ്രയാണം ചെയ്യാൻ സാധിക്കുകയുള്ളൂ. യഥാർത്ഥത്തിൽ ഒരു രണ്ടാം സ്വാതന്ത്ര്യ സമരമായാണ് സസ്റ്റൈനബിൾ ഗവേണൻസിനെ ഞാൻ കാണുന്നത്. ഒരു രണ്ടാം സ്വാതന്ത്ര്യ സമരം. ലോകത്തിലെ ഏറ്റവും മഹത്വം ബൃഹത്വമായ ജനാധിപത്യ രാജ്യമായ ഭാരതത്തിൻ്റെ മക്കളാകുവാൻ, സന്തതികളാകുവാൻ അപൂർവ ഭാഗ്യം ലഭിച്ചവരാണ് നാം ഓരോരുത്തരും. സ്വാതന്ത്ര്യത്തിൻ്റെ ഊഷ്മളവും സംശുദ്ധവുമായ വായു ശ്വസിക്കാൻ കഴിഞ്ഞതിൻ്റെ പിന്നിൽ, മനികൾക്ക് മൃതിയേക്കാൾ ഭയാനകമായ പാരതന്ത്ര്യത്തോട് വിട പറയുവാൻ കഴിഞ്ഞതിൻ്റെ പിന്നിൽ സേവനത്തിൻ്റെ, ത്യാഗത്തിൻ്റെ, കഠിനാധ്വാനത്തിൻ്റെ, അർപ്പണ മനോഭാവത്തിൻ്റെ ഉദാത്തമായ നിരവധി കഥകളുണ്ട്. പൊരുതി നേടിയെടുത്ത ആ രാഷ്ട്രീയ സ്വാതന്ത്ര്യം സാമ്പത്തികമായ, സാമൂഹികമായ സ്വാതന്ത്ര്യത്തിനും സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റിനും കൂടി വഴിതെളിക്കേണ്ടിയിരിക്കുന്നു. മരിക്ക സാധാരണമോ വിശപ്പാൽ ദഹിക്കയോ നമ്മുടെ നാട്ടിൽ മാത്രം, ഐക്യക്ഷയത്താൽ അടിമശവങ്ങൾ അടിഞ്ഞുകൂടും ചുടുകാട്ടിൽ മാത്രം എന്ന് വള്ളത്തോള് മാപ്പിൽ കുറിച്ചിട്ട വരികൾക്ക് മാറ്റം വരുത്തേണ്ടിയിരിക്കുന്നു. സുഖാമൃതം സ്വൈരമശിച്ച് ദിവ്യ സൗധേരമിപ്പൂ മുതലാളി വീരൻ അവന് വിൺതീർത്തവരോ വിശപ്പാൽ വല്ലേടവും വീണ് മരിച്ചിടുന്നു. ഈ നാട്ടിലെ സാധാരണക്കാരനും ശുദ്ധവായുവിനും ശുദ്ധമായ ജലത്തിനും അവകാശമുണ്ട്. അവകാശത്തിന്മേൽ ഡെമോക്രസിൻ്റെ അതായിരുന്നു രാഷ്ട്രപിതാവിൻ്റെ ആഗ്രഹം. വൈപ്പ് എവരി ടിയർ ഔട്ട് ഓഫ് എവരി ഐ. അതാണ് ഗാന്ധി അപ്പൂപ്പൻ. ആരിലും കനിവുള്ളവൻ, കുരുന്നു നുള്ളുവാൻ പോലും കൈവിറയ്ക്കും ദയാമയൻ. അധ്വാനിക്കാതെ സമ്പാദിക്കുന്ന ധനം, മാനവികതയിൽ അധിഷ്ഠിതമല്ലാത്ത ശാസ്ത്രം, മാനവസേവയിൽ അധിഷ്ഠിതമല്ലാത്ത മാധവസേവ, ഇതെല്ലാം പൊള്ളയാണെന്ന് വിശ്വസിച്ചിരുന്ന ഗാന്ധിജി. നമസ്തേ ഗതദർശ, നമസ്തേ ദുരാധർഷ, നമസ്തേ സുമഹാത്മൻ, നമസ്തേ ജഗൽഗുരോ എന്ന് കവികൾ വാഴ്ത്തിപ്പാടിയ ഗാന്ധിജി. ആ ഗാന്ധിജിയുടെ കാൽ ദഖേന്ദു മരീചികളെ പിന്തുടരുന്നൊരു തലമുറ. ആ തലമുറയ്ക്ക് മാത്രമേ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റിൻ്റെ കാവൽ ഭടന്മാരായി തീരുവാൻ കഴിയുകയുള്ളൂ. ട്രസ്റ്റ് വിത്ത് ഡെസ്റ്റിനി. 1947 ഓഗസ്റ്റ് 14 അർദ്ധരാത്രി നാം നമ്മുടെ ജനതയ്ക്ക് നൽകിയ ഒരു ട്രസ്റ്റ് വിത്ത് ഡെസ്റ്റിനി ഉണ്ട്. ലോങ് ഇയേഴ്സ് അഗോ വി മേഡ് എ ട്രസ്റ്റ് വിത്ത് ഡെസ്റ്റിനി. ആ ട്രസ്റ്റ് വിത്ത് ഡെസ്റ്റിനിയെ ഒരു ട്രസ്റ്റ് വിത്ത് ഡെസ്റ്റിറ്റ്യൂഷനായി മാറാതെ കണ്ണിലെ കൃഷ്ണമണി പോലെ പോസ്റ്ററിറ്റിക്ക് വേണ്ടി, ഭാവി തലമുറയ്ക്ക് വേണ്ടി കാത്തു സൂക്ഷിക്കണമെങ്കിൽ നമ്മുടെ ഗവേണൻസിൻ്റെ മുഖമുദ്ര സസ്റ്റൈനബിലിറ്റി തന്നെയായിരിക്കണം. ലെറ്റ് നോട്ട് ദ ലോക്കസ് ഓഫ് ഡെസ്പയർ ഡിസ്ട്രോയ് ദ ഹാർവസ്റ്റ്
concept of India's freedom. बसीरे लोगों और टूटे वादों उनका अनकहा कसीसा हो पे. बसीरे लोगों, the forgotten people. टूटे वादों, the broken promises. I am their untold story. മേധാ പട്കർ പ്രശസ്തമായ വരികളാണ്. സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റിൻ്റെ ഏറ്റവും വലിയ അംബാസഡറായിരുന്ന മേധാ പട്കർ. അവരുടെ പ്രശസ്തമായ വരികൾ ബസീരെ ലോഗോ ഓർ ടൂട്ടെ വാദോ ഉൻക അൻകഹ കസീസ ഹുമേ. അതുകൊണ്ട് ഈ നാട്ടിലെ സാധാരണക്കാരനായ ദരിദ്ര നാരായണൻ്റെ കണ്ണീരൊപ്പുന്നൊരു വികസന മാതൃക, അവനെ കേന്ദ്രബിന്ദുവായി സ്വീകരിക്കുന്ന ഒരു വികസന മാതൃക, പ്രകൃതി നമുക്ക് നൽകിയ വരദാനങ്ങൾ അതേപടി ഭാവി തലമുറയ്ക്ക് വേണ്ടി കാത്തു സൂക്ഷിക്കുന്ന ഒരു വികസന മാതൃക. അതുതന്നെയാണ് ബ്രുൺലാൻഡ് കമ്മീഷൻ റിപ്പോർട്ടിൻ്റെയും അന്തസ്സത്ത. അത്തരത്തിലുള്ളൊരു വികസന പന്ഥാവാണ് നാം വെട്ടിത്തെളിക്കേണ്ടത്. ടാഗോറിൻ്റെ ഗീതാഞ്ജലിയിലെ വരികൾ എൻ്റെ മനസ്സിലേക്ക് ഓടിയെത്തുന്നു. Where the mind is without fear and the head held high, where knowledge is without barriers, where words come out from the depth of truth, where tireless striving stretches its arms towards perfection, where the clear stream of reason has not lost its way in the dreary desert sand of dead habit, to that heaven of freedom, my father, let my country awake. ആ എവേക്കനിങ് ആണ്, ആ ഉയർത്തെണീപ്പാണ്, ആ ഉണർത്ത് പാട്ടാണ് വികസനമെങ്കിൽ ആ വികസനത്തിൻ്റെ ലലാട ഫലകത്തിലെ തിലകമാണ് സസ്റ്റൈനബിലിറ്റി. പ്രകാശത്തിൻ്റെ കൈവിരലുകൾ കൊണ്ട് എഴുതിയ ഒരു കവിതയാണ് സസ്റ്റൈനബിലിറ്റി. പ്രകാശത്തിൻ്റെ കൈവിരലുകൾ കൊണ്ടെഴുതിയ കവിത, മനുഷ്യത്വത്തിൻ്റെ, സ്നേഹത്തിൻ്റെ, സാഹോദര്യത്തിൻ്റെ അധര സിന്ദൂരം കൊണ്ടെഴുതിയ ഒരു കഥയാണ് സസ്റ്റൈനബിലിറ്റി. മഴ മണ്ണിനോട് എന്താണോ ചെയ്യുന്നത്, മഴ മണ്ണിനോട് എന്താണോ ചെയ്യുന്നത്, അതാണ് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് മാനവരാശിയോട് ചെയ്യുന്നത്. അതിൻ്റെ ആഖ്യാന ശില്പം ക്ഷേത്ര കലയുടെ സൂക്ഷ്മ സുഭഗതയാണ് പ്രകടിപ്പിക്കുന്നത്. അതിൻ്റെ ആഖ്യാന ശില്പം ക്ഷേത്ര കലയുടെ സൂക്ഷ്മ സുഭഗതയാണ് പ്രകടിപ്പിക്കുന്നത്. പി കെ ബാലകൃഷ്ണൻ തൻ്റെ ഇനി ഞാൻ ഉറങ്ങട്ടെ എന്ന ഗ്രന്ഥത്തിൽ കുറിച്ചിട്ട വരികൾ കടമെടുത്തുകൊണ്ട് ഞാൻ എൻ്റെ പ്രസംഗം ഉപസംഹരിക്കാം. സഹസ്രയുഗങ്ങളായി തൻ്റെ വക്ഷസ്സിൽ നിന്നും തൻ്റെ നെഞ്ചിൽ നിന്നും നിത്യേന സൂര്യബിംബത്തെ ആകാശത്തേക്ക് തൊടുത്തു വിടുകയും പ്രപഞ്ചത്തിൻ്റെ അവിരാമമായ വൃദ്ധക്ഷയ പ്രക്രിയയ്ക്ക് ശ്രുതി ചേർത്ത് പ്രവഹിക്കുകയും ഹിമവദ്ഗിരിയുടെ കരളലിഞ്ഞ് വാർന്ന കണ്ണീരിനെ ദുഃഖാർത്തനായ മനുഷ്യൻ വാർക്കുന്ന കണ്ണീരിനോട് കൂട്ടിക്കലർത്തി ഒഴുക്കുകയും ചെയ്യുന്ന ഗംഗാപ്രവാഹത്തെ നിർമ്മലമാക്കി ഭാവി തലമുറയ്ക്ക് കൈമാറാനുള്ള ബാധ്യത നാം ഓരോരുത്തരുടെയും ചുമലിലുണ്ട്. മന്ദാകിനി ഫതിന ഗോയ കണ്ഠേ മുക്താവലി കണ്ഠഗതേവ ഭൂമേ ഇന്ന് രാമചരിത മാനസത്തിൽ വർണ്ണിച്ച ഗംഗാനദി. അതുകൊണ്ട് ആ ഉത്തരവാദിത്വം നാം ഓരോരുത്തരും നിർവഹിക്കും എന്ന് രക്തം കൊണ്ടും ഹൃദയം കൊണ്ടും ബദ്ധപ്രതിജ്ഞരാകുന്ന നല്ലൊരു വേദിയായി ഈ മറൈൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെൻറ്റ് സംഘടിപ്പിക്കുന്ന ഈ സെമിനാർ തീരുവാനിടയാകുമാറാകട്ടെ എന്ന ആർത്തത്രാണപരായണനായ ജഗന്നിയന്താവിനോട് പ്രാർത്ഥിച്ചുകൊണ്ട് ഇൻ സം ഫെയിൻറ്റ് ഡോൺ, ഇൻ സം ഡിം ഈവ്, ലൈക്ക് എ ഗസ്റ്റർ ഓഫ് ലൈറ്റ്, ലൈക്ക് എ ഡ്രീം ഓഫ് ഡിലൈറ്റ്. In some faint dawn, in some dim eve, like a gesture of light, like a dream of delight, may this international conference attain its solemn objectives എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് ഗഗനകൂടാരം തുറന്നു നീ നോക്കുക, ഒന്നകലെയെങ്ങാനും പ്രകാശമുണ്ടോ? ആ സസ്റ്റൈനബിലിറ്റിയുടെ പ്രകാശം ചെന്നപാരതയുടെ കൈകളിൽ പിടിക്കുവാൻ എന്ന പോൽ സമാന്തരം പായുന്ന പാളങ്ങളെ, റെയിൽ പാളങ്ങളെ പുലരിക്കതർ വന്ന് മുന്നമേ പരത്തുന്ന പുതിയ വെളിച്ചമീ ഞങ്ങളിൽ പകരുന്നു. ആ സസ്റ്റൈനബിലിറ്റിയുടെ തിരുനാളങ്ങളും തീപ്പന്തങ്ങളും എൻ്റെ തലമുറയിൽ നിന്നും നിങ്ങളുടെ തലമുറയിൽ നിന്നും ഈ കുഞ്ഞുങ്ങളുടെ തലമുറയിലേക്ക് കൈമാറുന്നൊരു വേദിയായി ഈ സെമിനാർ തീരുവാൻ ഇടയാകുമാറാകട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് എല്ലാവിധ ഭാവുകങ്ങളും നേർന്നുകൊണ്ട് ഒരിക്കൽ കൂടി ഇടുക്കി എന്നെ സംബന്ധിച്ചിടത്തോളം കർമ്മഭൂമിയാണ്. ഒരു വട്ടം കൂടി എൻ ഓർമ്മകൾ മെയ്യുന്ന തിരുമുറ്റത്തെത്തുവാൻ മോഹം. ആ തിരുമുറ്റത്തെത്തുവാൻ എനിക്കൊരു മഹാഭാഗ്യം നൽകിയ ഈ ചടങ്ങിൻ്റെ സംഘാടകർക്ക്, വിശിഷ്യ
ബഹുമാന്യനായ ഡയറക്ടർക്കും ബഹുമാന്യനായ മാനേജർ അച്ഛനും ഹൃദയത്തിൻ്റെ ഭാഷയിൽ അകൈതവുമായ ഹൃദയംഗവുമായ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് എന്നിലർപ്പിതമായ കർത്തവ്യം നിർവഹിച്ചതായി വിനയത്തിൻ്റെ ഭാഷയിൽ ദൈവനാമത്തിൽ പ്രഖ്യാപിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നിങ്ങൾക്ക് എൻ്റെ വിനീതമായ Thank you, sir. And please remain on stage, please. At this moment, we would like to extend our sincere gratitude to our esteemed chief guest for honoring us with his presence today. I request Very Reverend Father Bobby Alex Mannamplakkal to kindly present a token of appreciation to Dr. Raju Narayan Swami IAS. സന്തോഷം. സാറ് പോകുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടി ചേർത്ത് പറയണമെന്ന് വിചാരിക്കുന്നു. ഞങ്ങൾ രണ്ടുപേരെ കണ്ട് ആരാണ് മൂത്തതെന്ന് തോന്നുന്നു അറിഞ്ഞുകൂടാ. ഞങ്ങൾ ഏതാനും ദിവസത്തെ വ്യത്യാസമേ ഉള്ളൂ. ഒരു വർഷം ജനിച്ച് ഒരേ വർഷം SSLC പാസ്സായവരാണ് ഞങ്ങൾ. പക്ഷേ ഇടക്കാലത്ത് ചെറിയ പരിചയങ്ങളൊക്കെ ഉള്ളൂ, DBA കാലത്തൊക്കെ. പക്ഷേ ഞങ്ങൾ SSLC പാസ്സായ വർഷം കേരളത്തിലെ SSLCക്ക് എത്ര ലക്ഷം പേര് എഴുതി കാണും സാറേ? 5 ലക്ഷം പേര് എഴുതിയതിൽ 1ാം റാങ്കിൽ പാസ്സായ ആളാണ് ഞങ്ങളുടെ കൂടെ. അതുകൊണ്ട് എനിക്കൊരു മത്സരമായിരുന്നു. ഞാൻ ഒത്തിരി പുറകിലായിരുന്നെങ്കിൽ പോലും പിന്നെ പ്രീ ഡിഗ്രിക്ക് 1ാം റാങ്ക്, യൂണിവേഴ്സിറ്റിയിൽ ഡിഗ്രിക്ക് 1ാം റാങ്ക്, UPSC നാഷണൽ സിവിൽ സർവീസ് എക്സാമിനേഷനിൽ കേരളത്തിൽ നിന്ന് ദേശീയ തലത്തിൽ 1ാം റാങ്ക് വേണ്ടി പാസ്സായി. താങ്ക് യു. ഈ മനുഷ്യനാണ് ഇത്ര എളിമയോടുകൂടി ഇവിടെ വന്നിരിക്കുന്നത്. നമുക്ക് ഒത്തിരി അഭിമാനം, ഒത്തിരി സന്തോഷം. സാറിന് ഇനിയുള്ള സേവനകാലവും അതിനു ശേഷവും ഉള്ളത് ഈ നാടിനും നമുക്കെല്ലാവർക്കും കൂടുതൽ കൂടുതൽ ഉപകാരപ്പെടുന്ന ഇടയായിട്ട് മാറട്ടെ എന്ന് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു.